ഹായ് കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ലോർഡ്. ഒനേസിമോസ് പറയുന്നു, ഒരു യജമാൻ്റെ കീഴിൽ ഒരു അടിമയായിരുന്നു ഞാൻ എന്നല്ലേ. അതെ, അതാരായിരുന്നു ആ യജമാനൻ? അതെ, ഏഷ്യ മൈനറിൽ കൊലോസിയിലെ സമ്പന്നനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫിലോമോൻ. ഭാര്യ അപ്പിയ. അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ഫിലോമോൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ നല്ല സാക്ഷ്യമുള്ള ഒരു ദൈവ പൈതലായിരുന്നു. എന്നാൽ ഫിലോമോൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സ്നേഹമുള്ളവനെന്നാണ്. ഫിലോമോൻ്റെ വീട്ടിലെ അടിമയായിരുന്നു ഒനേസിമോസ്. എന്നാൽ അവൻ്റെ യജമാനായ ഫിലോമോൻ ഒരു ദൈവ പൈതലായിരുന്നത് കൊണ്ട് സാധാരണ അടിമകൾക്ക് ലഭിക്കാത്ത സ്വാതന്ത്ര്യവും സ്നേഹവും നമ്മളെ ഒനേസിമോസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ കഴിഞ്ഞു വന്നിരുന്ന ഒനേസിമോസ് ഒരു ദിവസം ഒരു വലിയ തെറ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഒനേസിമോസ് ചെയ്ത കുറ്റം അത് ഫിലോമോന് തികച്ചു സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു. ഫിലോമോൻ്റെ വീട്ടിൽ നിന്ന് വലിയ വിലപിടിപ്പുള്ള എന്തോ സാധനമോ വലിയ തുക പണമായിട്ടോ അവൻ മോഷ്ടിച്ചു കൊണ്ട് അവൻ കടന്നു കളഞ്ഞതാണ്. എന്നാൽ അവൻ ചെന്നെത്തിയതോ ഏതാണ്ട് 1500 കിലോമീറ്റർ അകലെയുള്ള റോമിലായിരുന്നു. അവിടെ വെച്ചാണ് പിടിക്കപ്പെടുത്തുന്നതും തടവിലാകുന്നതും അപ്പോസ്തലനായ പൗലോസിൻ്റെ കണ്ടുമുട്ടുന്നതും. എന്നാൽ രൂപാന്തരപ്പെട്ട ഒരു ഒനേസിമോസിനെ നമുക്കിവിടെ കാണാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അതെ, ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള അനുതാപം അവന് വീണ്ടും ജനത്തിലേക്ക് നയിച്ചു. അതിനുള്ള വഴി പൗലോസ് പറഞ്ഞു കൊടുത്തു. എത്ര വലിയ കുറ്റവാളിയെയും രക്ഷിക്കുന്ന യേശുവിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വാക്യം സദൃശ്യം 28:13. തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഈ സദൃശ്യം 28:13. ജയിലിലായിരിക്കുന്ന ഒനേസിമോസിനോട് അപ്പോസ്തലനായ പൗലോസ് ആത്മീയ സത്യങ്ങൾ പങ്കുവച്ചു. അതെ, ഉടനെ ഫിലോമോന് താൻ കത്തെഴുതുകയാണ്. അതെ, ഫിലോമിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന അപ്പോസ്തലനായ പൗലോസിന് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ദൈവ ഭക്തന്മാരോടുള്ള സ്നേഹവും എല്ലാം ഞാൻ നന്നായിട്ട് അറിയുന്നു. ഒരു കാര്യം ഒനേസിമോസിനോട് ഞാനിപ്പോൾ അപേക്ഷിക്കുന്നത്, ഏതെങ്കിലും രീതിയിൽ അവൻ നിന്നോട് തെറ്റ് ചെയ്യുകയോ കടംപെട്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക, ഞാനത് തന്നു തീർക്കാം എന്നൊക്കെ അദ്ദേഹം എഴുതുകയാണ്. വളരെ വിശാല മനസ്സോടു കൂടിയാണ് പൗലോസ് അത് എഴുതുന്നത്. കൂട്ടുകാരെ, നമ്മുടെ പാപക്കടം തീർക്കാനായിട്ട് ഒരേ ഒരു വ്യക്തിയാണ് നമുക്ക് വേണ്ടി വന്നത്, അതായ കർത്താവായ യേശുക്രിസ്തു. ഇവിടെ ഇതാ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒനേസിമോസ് ചെയ്ത് എന്ത് തെറ്റ് അതിൻ്റെ കടം ഞാൻ തന്നു തീർക്കാം, അവനെ സ്വീകരിക്കുക എന്ന് പറയുന്നതായിട്ട് കാണുന്നു. ഒനേസിമോസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവിടെ പൗലോസ്. ഇനി നമ്മെക്കുറിച്ച് ചിന്തിച്ചാൽ പാപികളായ നമുക്ക് വേണ്ടി നമ്മുടെ പാപക്കടം തീർക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. അത് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതെ, നമുക്കറിയാം ആ കാൽവരി ക്രൂശിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴും ക്രൂശിലെ കള്ളൻ ആദ്യം പറഞ്ഞു, നമുക്ക് 2 കള്ളന്മാരും അവനെ നിന്ദിച്ചു. എന്നാൽ ഒരു കള്ളനെ വ്യക്തമായി ഇതൊരു കർത്താവാണ്, രാജാവായി വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കർത്താവ്, നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും എന്ന് പറഞ്ഞു. അവനിൽ ആശ്രയിച്ചു. ആ കള്ളന് അതൊരു വലിയ ഭാഗ്യമായി തീർന്നു. അതെ, ഇന്നും അവനിൽ ആശ്രയിക്കുന്നവർക്ക് അത് വലിയ പാപക്കടം തീരുന്നതിന് മുഖാന്തരമാണ്. അവനിൽ ആശ്രയിക്കുന്നവർക്ക് പാപ വിമോചനമുണ്ട്. കർത്താവ് അതെല്ലാം കാൽവരി ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അവനെ വിശ്വസിക്കുക, അവനിൽ അഭയം പ്രാപിക്കുക, നീ രക്ഷ പ്രാപിക്കും. ഭക്തനായ വി നാഗൽ സാഹിബ് താൻ എഴുതി, താൻ പാടി, തൻ്റെ ജീവിത വിജയം കൈവരിച്ചു.
പാപക്കടം തീർക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം, പാപബന്ധം അഴിപ്പാൻ യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. വീണ്ടെടുപ്പിൻ വിലയായി യേശുവിൻ്റെ രക്തം മാത്രം, പുണ്യമില്ല പാപിക്കാൻ യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. സാത്താനെ ജയിക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം, വേറെയില്ല യോജിപ്പു യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. എൻ്റെ പ്രിയ യേശുവേ രക്തമണവാളനെ, രക്ഷിച്ചതും നീ എന്നെ നിന്റെ തിരുരക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം, നിന്റെ തിരു